ഇവിടെ ഒരു പാലത്തിന്റെ മുകളിൽ ഒരു പ്രവർത്തകൻ കയറി ആവേശം കാണിക്കുന്നുണ്ട്. തോന്നുന്നു അത് മലപ്പുറത്താണ്. മലപ്പുറം കോട്ടക്കുന്ന്. അതെ, ബാക്കി എല്ലായിടത്തും പ്രേക്ഷകർക്ക് സ്ക്രീനുകളിൽ കാണാം ആവേശ നൃത്തം, ആനന്ദ നൃത്തം, ആഹ്ലാദ നൃത്തം. വയനാട് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. വയനാട് നിന്നുള്ള ദൃശ്യങ്ങൾ സംബന്ധിച്ച് സ്ഥാനാർത്ഥി സ്ഥലത്തില്ല. പക്ഷെ പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. UDF-നെ സംബന്ധിച്ച് അവിടെ രാഹുൽ ഗാന്ധി നേരിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. എങ്ങും കാണാത്ത ഒരു ആവേശമാണ് മലപ്പുറത്ത് കാണുന്നത്. അതാണ് മുകളിൽ പാലത്തിന് മുകളിലേക്ക് കയറി നിന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളിയാണ്. പോലീസ് രണ്ടുപേരെയും രണ്ട് ഭാഗത്താക്കി നേരത്തെ ക്രമീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു മുഖാമുഖം വരുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്ന്. തെരഞ്ഞെടുപ്പ് ചൂടിന്റെ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ. പക്ഷേ അന്തരീക്ഷത്തിലെ എന്നാണ് മുന്നറിയിപ്പ് വരുന്നത്. ഏറ്റവും ഉയരത്തിൽ പതാക ഞങ്ങൾ പാറിക്കും, ഒരു പച്ചക്കൊടി പൊങ്ങിയാൽ ചെങ്കൊടിയും പൊങ്ങും എന്ന വാശി അവിടെ ഉണ്ട്. ആരുടെ പതാകയാണ് മുകളിൽ? പോലീസുകാരെ വകവയ്ക്കാതെ തന്നെയാണ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. കൊടി താഴേക്ക് ഇറക്കാണ്. അവിടെ മുകളിൽ കയറിയ ആളുകളെ താഴേക്ക് ഇറക്കുകയാണ്. വലിയ ആവേശം അവിടെ പ്രവർത്തകർക്ക് ഉണ്ട്. അവര് പരസ്പരം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. പണ്ടൊക്കെ നാട്ടിലെ ഏറ്റവും ഉയരമുള്ള മരത്തിന്റെ തുഞ്ചത്തെ കൊമ്പിൽ കൊടികെട്ടുക എന്നുള്ളതായിരുന്നു ആവേശത്തിന്റെ ആ സൂചകമെങ്കിൽ ഇതാ പുതിയ കാലത്ത് ടവറുകൾക്ക് മുകളിൽ, ഫ്ലൈഓവറുകൾക്ക് മുകളിൽ, പാലങ്ങൾക്ക് മുകളിൽ, പാതകൾക്ക് മുകളിലെല്ലാം തന്റെ കൊടിയുമായി ഏന്തിക്കയറി ജയമുറപ്പിക്കാൻ പെടാപ്പാട് പെടുന്ന പ്രവർത്തകരെ ഒക്കെ കാണുന്ന പകലറുതിയാണിത്. അത് മലപ്പുറത്ത് ഇതാണ് ഞങ്ങളുടെ കൊടി. ഒരു ലീഗ് കൊടി ഉയർത്തിയാൽ ഞങ്ങളും ഉയർത്തും, അതിന്റെ ഉന്നതങ്ങളിൽ ഉയർത്തുമെന്ന് CPM-ന്റെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയാണ് എത്തിക്കുന്നത്. വീണ്ടും മലപ്പുറം ലീഗിന്റെയും CPM-ന്റെയും കൊടികൾ അവിടെ താഴേക്ക് അവിടെ പോലീസ് അവിടെ ഉയരത്തിൽ കൊടി കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. പോലീസ് വളരെ അപകടകരമായ ഒരു ആവേശം ഘട്ടമായി അത് മാറും. കാരണം ആ മുകളിൽ നിന്ന് അത്രയും മുകളിൽ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നത് വലിയ അപകടത്തിലേക്ക് നീങ്ങുമെന്നുകൊണ്ട് പ്രവർത്തകരെ താഴെ ഇറക്കാണ്. മനസ്സിൽ രാജ്യത്തിന്റെ സുരക്ഷയുമായി ഓരോ പാർട്ടി പ്രവർത്തകരും. അതിനിടയിൽ ആത്മരക്ഷയെ പറ്റി ആരോർക്കാൻ ഓരോ നിമിഷവും ആവേശം അതിര് കടക്കുന്ന ഘട്ടത്തിലേക്ക്, അവസാന മിനിറ്റുകളിലേക്ക് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, എന്താണ് കാര്യങ്ങൾ? കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? പോലീസ് പ്രവർത്തകരെ, മുകളിലേക്ക് കയറിയ പ്രവർത്തകരെ താഴേക്ക് ഇറക്കുന്നു. അവർ വഴങ്ങുന്നുണ്ടോ? ലീഗിന്റെ പ്രവർത്തകരാണ് ഈ റൗണ്ടിന് മുകളിൽ കയറി പതാക വീശിയത്. പിന്നാലെ തന്നെ CPM പ്രവർത്തകരും പിന്നാലെ തന്നെ ഇതിന് മുകളിലായി കയറി പതാക വീശി. ഒരു പോലീസ് ഉദ്യോഗസ്ഥരെത്തി ആദ്യം ഈ പ്രവർത്തകനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കത്തിനിടെയായിരുന്നു ഈ LDF-ന്റെ പ്രവർത്തകൻ കൂടി കയറിയത്. അപ്പോൾ പോലീസ് 2-3 ഉദ്യോഗസ്ഥർ കൂടി എത്തി ഇവരെ രണ്ടുപേരെയും എല്ലാവരും താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രവർത്തകരെ കൂടി ഇറക്കുന്നതാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. ഈ ഒരു പ്രവർത്തകരാണെന്നാൽ ഈ മുകളിൽ കയറിയുള്ളതൊക്കെ എത്രത്തോളം ഈ ഒരു സുരക്ഷയെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്ര ഉയരത്തിലുള്ള ഈ പ്രചാരണമൊക്കെ അപ്പോൾ പോലീസിന്റെ ഇടപെടൽ കണ്ടുപിടിയുണ്ടായി. 2-3 ഉദ്യോഗസ്ഥരെത്തി ഈ ഒരു പ്രവർത്തകൻ മാത്രം അതിന്റെ മുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. അത് താഴേക്ക് ഇറക്കിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കളോടൊക്കെ തന്നെ പോലീസ് അറിയിച്ചു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് വിജയമാകുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ഒരു വാശി ഈ പ്രശ്നത്തിൽ കാണാനുണ്ട്. നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ നിങ്ങൾ കൊടി ഉയർത്തിയാൽ അതിലേറെ ഞങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് ആ വാശിയാണ്. ഞങ്ങളുടെ കൊടി ഉയരത്തിൽ പറക്കണം എന്ന വാശിയിലാണ്. എന്തായാലും എല്ലാ പ്രവർത്തകരെയും പോലീസ് ഇതിനോടകം തന്നെ താഴെ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്തെ ആവേശങ്ങൾ ഒരു പൊടിക്ക് കൈവിട്ടു പോയപ്പോഴാണ് പോലീസിന് ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. മറ്റെല്ലായിടങ്ങളിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രചാരണം
കൊട്ടിക്കയറുകയാണ്. അത്യുത്സാഹത്തിൽ പ്രചരണം കൊഴുക്കുകയാണ്. ആവേശകരമായ കാഴ്ചകൾ എല്ലായിടത്തും. സ്ഥാനാർത്ഥിമാരിതാ നേരിട്ട് നേതാക്കൾ തെരുവിൽ പ്രവർത്തകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്. ത്രികോണ മത്സരം നടന്ന ശക്തമായ ഇടങ്ങൾ നമ്മൾ ആദ്യ മണിക്കൂറെ മാർച്ച് 16 ഔദ്യോഗിക പ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത്. പക്ഷേ അതിനു മുമ്പേ കളത്തിൽ നിറഞ്ഞിരുന്നു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ. അതിന്റെയൊക്കെ തന്നെ ആവേശത്തെ തിരയിളക്കം. അതൊരു കടൽ പോലെ, കടലിരമ്പം പോലെ ഇങ്ങനെ വസീഫിനെ കാണാം. മലപ്പുറത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി വസീഫിനെ കാണാം. കലാശക്കൊട്ട് അതിന്റെ പാരമ്യത്തിലേക്ക്. കെങ്കേമം കെങ്കേമം കെങ്കേമം, എല്ലായിടങ്ങളിലും കെങ്കേമമായിട്ടുള്ള വർണ്ണവിസ്മയങ്ങൾ തീർത്തുള്ള കലാശക്കൊട്ട് കൊടിയിറക്കം പ്രചരണത്തിന്റെ. വിവിധ മണ്ഡലങ്ങളിലെ കൊട്ടിക്കലാശമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇടത്തെ അറ്റത്ത് തിരുവനന്തപുരത്ത് പേരൂർക്കട നോക്കൂ, നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. സൂചി കുത്താൻ പോലും ഇടമില്ല. ഒരു ഫ്ലക്സ് ബോർഡ്, വർണ്ണ ബലൂണുകൾ ആവേശത്തിൽ ഇതാ ആകാശത്ത് പാറി നടക്കുന്നു. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കയറുകയാണ്, കൊട്ടിക്കലാശിക്കുകയാണ്.